ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സ്ലിറ്റുള്ള ചുരിദാർ അതെങ്ങനെ വെട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചുരിദാറിൻ്റെ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചുരിദാറിൻ്റെ തുണി മടക്കി ഇട്ടേക്കുന്നത് കയറ്റി ഇറക്കിയാട്ടോ മടക്കിയിട്ടേക്കുന്നത്. അതായത് ഇതിനകത്ത് വർക്കുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്റർ പിടിച്ച് മടക്കിയിടുമ്പോൾ ആ വർക്ക് ഒരു സൈഡിലേക്ക് പോയത് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കയറ്റി ഇറക്കി മടക്കിയത് കേട്ടോ. കണ്ടോ? അപ്പോൾ ആ വർക്ക് വന്നേക്കുന്ന ഭാഗം നമുക്ക് കൈക്ക് കിട്ടുകയും ചെയ്യും. മറ്റേത് നമ്മൾ ഒപ്പത്തിനൊപ്പം ഇടുമ്പോൾ കയ്യിൽ വർക്കൊന്നും വരികയോ ഇല്ല. ആ സെൻറ്ററിലുള്ള വർക്ക് ഒരു സൈഡിലേക്ക് പോകുകയും ചെയ്യും. ഇപ്പോൾ ഇത് അത്രയും ഭാഗം നമുക്ക് സ്ലീവിനായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ തുണി ഒട്ടും തന്നെ വേസ്റ്റായി പോവുകയില്ല. മറ്റേത് നമ്മൾ വെട്ടുമ്പോൾ 30-നൊപ്പം ഇട്ട് വെട്ടുമ്പോൾ ഒരുപാട് തുണി വേസ്റ്റ് വരുന്നത് കണ്ടു. പിന്നെ എല്ലാ തുണിയിലും ഇതുപോലെ കിട്ടില്ല കേട്ടോ. ഇതുപോലെ ചില വർക്കുള്ള തുണികളിൽ മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ വെട്ടാൻ പറ്റുള്ളൂ. ഈ തുണിക്ക് നല്ല വീതി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഇവിടെ നെക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇപ്പം നെക്കിൻ്റെ വിട്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 ഇഞ്ചാട്ടോ. അപ്പോൾ 2.5 ഇഞ്ച് നെക്കിൻ്റെ വിട്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഷോൾഡറും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഷോൾഡർ 4 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ച് ഷോൾഡറും ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. എനിക്ക് ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചും ബാക്കിലെ നെക്ക് 4 ഇഞ്ചും ആട്ടോ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാൻ ചുരിദാറിനൊക്കെ 4 ഇഞ്ചും നൈറ്റിക്കാണെങ്കിൽ 3 ഇഞ്ചാണ് പുറകിലെ കഴുത്ത് ഇറക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിലെ കഴുത്ത് ഒത്തിരി ഇറങ്ങി പോയി എന്ന് തോന്നുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു വള്ളിയൊക്കെ വെച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അത് മനോഹരമാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു ബോക്സ് രൂപത്തിലാക്കി കൊടുക്കാം. പിന്നെ അടയാളപ്പെടുത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, 2 ഇഞ്ച് തന്നെയാണോ നെക്കിൻ്റെ അകലം എല്ലാ സ്ഥലത്തും വന്നിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ വരച്ചു കൊടുക്കാനും വെട്ടിയെടുക്കാനും ഒക്കെ. കാരണം വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ നമുക്കിത് ബോക്സ് പോലെ ആക്കി കൊടുക്കാം. ഇതിനകത്ത് ഞാനിപ്പോൾ ബാക്കിൽ നെക്ക് മാത്രമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നുള്ളൂ. ഫ്രണ്ടിൽ നെക്ക് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നെക്ക് വെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മോഡൽ നെക്കാണ് ചെയ്യണമെന്ന് പിന്നീട് തോന്നിക്കഴിഞ്ഞാൽ അപ്പം പിന്നെ നമുക്ക് അതനുസരിച്ച് വെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യണതിന് തൊട്ട് മുമ്പായിട്ടാണ് ഫ്രണ്ടിൽ നെക്ക് വെട്ടാറുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴത്തേക്ക് ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കാം. എനിക്ക് 8 ഇഞ്ചാണ് ഞാൻ ആം ഹോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. 8 ഇഞ്ച് ആം ഹോൾ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിഡ്ത്ത് കാണണം, അതായത് എൻ്റെ വണ്ണം എത്രയാണെന്ന് നോക്കണം. എനിക്ക് 34 ഇഞ്ചാണ് വണ്ണം വേണ്ടത്. അപ്പോൾ 34 ഇഞ്ചിൻ്റെ 4/1 നമ്മൾ കാണണം. അപ്പോൾ ഇനി നമുക്ക് ഈ 34 ഇഞ്ചിൻ്റെ 4/1 ചിലപ്പോൾ എല്ലാവർക്കൊന്നും അറിയണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സൂത്രപ്പണിയുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അളവെടുക്കുന്ന ടേപ്പ് എടുക്കുക. കണ്ടോ? ഈ ടേപ്പിൽ നിന്നും നമ്മുടെ വണ്ണം എത്രയാണോ അത്രയും എടുക്കുക. അപ്പോൾ അതായത് എൻ്റെ വണ്ണം ഇപ്പോൾ 34 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഇവിടെ 34 ഇഞ്ചിൻ്റെ ഇവിടെ എടുത്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു അടയാളം പിടിക്കുക. അതിന് ശേഷം നമ്മുടെ ആ 1 എഴുതിക്കണ ആ ടേപ്പിൻ്റെ തുടക്കം ഉണ്ടല്ലോ, 1 2 3 എഴുതിയേക്കണേ, അവിടെ നിന്ന് 34ലേക്ക് കൊണ്ടുവരിക. ഈ 1ഉം 34 ഒന്നിച്ച് പിടിക്കുക. അപ്പോൾ രണ്ടായിട്ടൊരു മടക്ക് കിട്ടിയില്ലേ? ഇനി ആ മടക്കിൽ നിന്നും ആ മടക്കിലേക്ക് നമ്മൾ വീണ്ടും 1 എന്ന് എഴുതിയേക്കുന്ന നമ്പർ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ താഴെ പിടിച്ചിരുന്ന 34ൽ നിന്നും നമുക്ക് കൈവിടാം. അവിടെ നമ്മൾ കൈവിട്ട് ആ 1നെ എടുത്ത് വീണ്ടും ഈ 34ൻ്റെ പകുതി നമുക്ക് ഇപ്പോൾ എത്ര കിട്ടി? 17 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഈ 17ലേക്ക് നമ്മൾ വീണ്ടും ആ 1നെ കൊണ്ടുവന്ന് വെച്ചു. ഇനി അതിൻ്റെ നടു പിടിക്കണം. അതിൻ്റെ നടു പിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാം. 8.5 ഇഞ്ചാണ് നമുക്ക് 17ൻ്റെ പകുതി കിട്ടിയിരിക്കുന്നത്. ആ 8.5 ഇഞ്ചാണ് നമ്മുടെ വണ്ണത്തിൻ്റെ 4/1 എന്ന് പറയുന്നത്. ആ 8.5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർക്കണം. അപ്പോൾ 8.5യുടെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കുമ്പോൾ 9, 9.5, 10.5 കിട്ടും. ഞാൻ 11 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആം ഹോൾ കർവ് അടയാളപ്പെടുത്തി കൊടുക്കണം. ആം ഹോൾ കർവ് അടയാളപ്പെടുത്താൻ ഞാൻ ഇവിടെ നിന്ന് 1 ഇഞ്ച് ആം ഹോളിൻ്റെ കർവ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. കാരണം 1 ഇഞ്ചല്ല 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് നല്ല കൈക്കുഴി കിട്ടുകയുള്ളൂ. 1 ഇഞ്ചൊക്കെ കുട്ടികൾക്കൊക്കെ 1 ഇഞ്ച് മതിയാകും. നമുക്ക് 1.5 ഇഞ്ച് കർവ് അടയാളപ്പെടുത്തി കൊടുത്തു. ഇപ്പോൾ നമ്മുടെ വണ്ണവും കൈക്കുഴിയും ഫ്രണ്ടിലെ കഴുത്തും ബാക്കിലെ കഴുത്തും അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തണം. ഷേപ്പ് നമ്മൾ ഷോൾഡറിൽ നിന്നും താഴത്തേക്ക് 13 ഇഞ്ചാണ് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ.
അതിപ്പോൾ നൈറ്റിക്കായാലും ചുരിദാറിനായാലും എല്ലാ ഡ്രസ്സിനും ആണെങ്കിലും 13 ഇഞ്ചാണ് മുതിർന്ന ആളുകൾക്ക് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒത്തിരി പൊക്കമുള്ളവരാണെങ്കിൽ ഒരു 14 ഇഞ്ച്, അത് കൂടുതൽ വേണ്ട. ഞാൻ 13 നിന്നും അകത്തോട്ട് 1 ഇഞ്ച് തള്ളിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതാണ് നമ്മുടെ ഷേപ്പ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും ഷേപ്പ് 13 ഇഞ്ച് മതിയിട്ടോ. നമുക്കൊക്കെ പൊക്കമുള്ളവർക്ക് മാത്രമാണ് 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചൊക്കെ നമ്മൾ കൂട്ടിയിടുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ മുകളിലെ എല്ലാം അടയാളപ്പെടുത്തലും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആം ഹോളും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഷേപ്പും എല്ലാം നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമ്മുടെ ചുരിദാറിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 46 ഇഞ്ചാണ്. ഈ 46 ഇഞ്ചിൻ്റെ കൂടെ പ്ലസ് 2 ഇഞ്ചും കൂടി നമ്മൾ ചേർക്കണം, തയ്യൽ തുമ്പ്. അത് മറന്നു പോകരുത് കേട്ടോ. 44 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കണം. പിന്നെ ഇനി നമ്മൾ അടയാളപ്പെടുത്തുന്നത് സ്ലിറ്റാണ്. സ്ലിറ്റ് അടയാളപ്പെടുത്തുന്നത് നമ്മുടെ ഷോൾഡറിൽ നിന്നും താഴേക്ക് 20 ഇഞ്ചാണ് നമ്മൾ സ്ലിറ്റ് അടയാളപ്പെടുത്തുന്നത്. ആ സ്ലിറ്റ് 20 ഇഞ്ച് വരുമ്പോൾ കറക്റ്റ് നമ്മുടെ ഹിപ്പിൻ്റെ സൈഡായിട്ട് വരും കേട്ടോ. അതായത് നമ്മുടെ ആ ഇലാസ്റ്റിക്കൊക്കെ വരുന്ന ആ ഭാഗത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ പാൻറ്റീസിൻ്റെ ഒക്കെ ഇലാസ്റ്റിക് വരില്ലേ, ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ സ്ലിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് കയറ്റിയും വെക്കാം. കീപ്പോട്ടേക്ക് ഇറങ്ങിപ്പോകരുത്. കയറ്റി വെക്കണമെന്നുള്ളവർക്ക് കയറ്റി വയ്ക്കാം. കീപ്പോട്ടേക്ക് ഇറങ്ങിയാലും 1 ഇഞ്ച്, മേപ്പോട്ട് കയറിയാലും 1 ഇഞ്ച്, അതിനപ്പുറത്തേക്ക് പോകരുത്. ആ 20 ഇഞ്ച് നമ്മൾ ഷോൾഡറിൽ നിന്നും 20 ഇഞ്ച് നമ്മൾ സ്ലിറ്റിൻ്റെ അടയാളപ്പെടുത്തി. ഇനി അവിടെ നിന്നും താഴത്തേക്ക് വരുന്നത് ഫുൾ ലെങ്ത്ത് നമ്മൾ സ്ലിറ്റിനായിട്ട് എടുക്കണം. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾക്ക് 24 ഇഞ്ച് അല്ലെങ്കിൽ 26 ഇഞ്ച് താഴത്തോട്ട് ഇറക്കം വരും കേട്ടോ. അതായത് മൊത്തം നമ്മുടെ 46 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ സ്ലിറ്റ് വരെ വരേണ്ടത്, അതായത് ഷേപ്പ് അടിച്ച് നിർത്തേണ്ട ആ ഭാഗം 20 ഇഞ്ച് നമ്മൾ എടുത്തു. അവിടെ നിന്നും താഴത്തേക്കുള്ള ഫുൾ ലെങ്ത്ത് നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണ്. കാരണം 2 ഇഞ്ച് നമ്മൾ മടക്കി താഴെ ഭാഗം മടക്കി അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 24 ഇഞ്ചായിട്ട് മാറും. അപ്പോൾ ഒരിക്കലും നമ്മൾ 24 ഇഞ്ച് കറക്റ്റ് എടുക്കരുത്, 26 ഇഞ്ച് എടുക്കണം. അടി മടക്കി അടിക്കാനുള്ളതോട് കൂട്ടി വേണം എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ നിന്നും 20 ഇഞ്ച് അടയാളപ്പെടുത്തി കഴിയുമ്പോൾ നേരെ സ്ട്രെയിറ്റ് വരെ അങ്ങോട്ട് വരച്ചിട്ടുകൊള്ളുക. ഇനി അടിയിൽ നമുക്ക് സ്ലിറ്റ് ഇടുന്നത്, നമുക്കിനി അടിയിൽ വിഡ്ത്താണ് വേണ്ടത്. എനിക്ക് വിഡ്ത്ത് എന്ന് പറയുമ്പം 20 ഇഞ്ചാണ് വിഡ്ത്ത് വേണ്ടത്. ഈ 20 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടി ചേർക്കണം, സ്ലിറ്റ് നമുക്ക് മടക്കി അടിക്കാനുള്ളത്. അപ്പോൾ 20 ഇഞ്ചിൻ്റെ പകുതി 10 ഇഞ്ച്, 10ൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി നമ്മൾ ചേർക്കണം, സ്ലിറ്റ് മടക്കി അടിക്കാമല്ലോ. 1.5 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ ആയാലും മതി. ഇനി നമുക്ക് കിട്ടുമോ ഇനി തികയോ ഇല്ലയോ എന്നൊക്കെ സംശയമുള്ളവർക്ക് 1.5 ഇഞ്ച് എടുത്തോളൂ. അതിന് ശേഷം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം സ്ലിറ്റ് അടിക്കാൻ നേരം നമ്മളൊന്ന് ലെവൽ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് വെട്ടിക്കളഞ്ഞാലും മതി. അപ്പോൾ ഞാനത് താഴെ സ്ലിറ്റിൻ്റെ വിഡ്ത്തും അടയാളപ്പെടുത്തി കണ്ടിട്ടുണ്ട്, ലെങ്ത്തും അടയാളപ്പെടുത്തി. ഇനി ആ വരകൾ തമ്മിൽ നമ്മളൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് നേരെ അങ്ങോട്ട് വരയ്ക്കും കേട്ടോ. ഇതുണ്ടോ, നമ്മളിപ്പോൾ ഷേപ്പ് അടയാളപ്പെടുത്തി വെച്ചേർന്ന കുനിപ്പാണ് ആ കാണുന്നത്, ആ സ്കെയിൽ വെച്ചേക്കണതിൻ്റെ അവിടെ നിന്നും താഴത്തേക്ക് നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ്. സ്ലിറ്റ് വരയ്ക്കുമ്പോഴും അടയാളപ്പെടുത്തുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, എങ്കിലാണ് നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മളത് അടയാളപ്പെടുത്തി ഇനി നമുക്കത് നേരെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മുടെ സ്ലിറ്റ് എപ്പോഴും മുകളിൽ നിന്നും, അതായത് ഷോൾഡറിൽ നിന്നും 20 ഇഞ്ചായിരിക്കും എപ്പോഴും നമ്മുടെ സ്ലിറ്റിൻ്റെ അളവ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. 20 ഇഞ്ചാണ് എല്ലാവർക്കും വരിക. ഇച്ചിരി പൊക്കമുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 21 ഇഞ്ചൊക്കെ വരും. അത്രയൊക്കെ വ്യത്യാസം വരുള്ളൂ. പിന്നെ ഒരുപാട് സ്ലിറ്റ് കയറി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടാകും, നമ്മുടെ വയറിൻ്റെ അവിടെയൊക്കെ കാണാൻ പറ്റും. അപ്പം 20 ഇഞ്ച് തന്നെ മതി നമുക്ക് സ്ലിറ്റ്. ആ 20 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്നും നേരെ താഴത്തേക്ക് സ്ട്രെയിറ്റ് വരെ വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ സ്ലിറ്റ് അടയാളപ്പെടുത്താൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടില്ല, അവിടത്തേക്ക് നമ്മൾ ഷേപ്പ് വരച്ച് യോജിപ്പിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷേപ്പ് അടിക്കാൻ നേരത്തെ എളുപ്പമുണ്ടാകും. പിന്നെ ഷേപ്പ് അടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ കുനിപ്പിലേക്ക് ചേർത്ത് അടിക്കരുത്, 1 ഇഞ്ച് തള്ളിയിട്ട് വേണം തയ്ച്ച് നിർത്താനായിട്ട്. കാരണം അവിടെ നിന്നാണ് നമ്മുടെ സ്ലിറ്റ് മടക്കി അടിക്കാനുള്ള ഭാഗം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് വര അവിടെ വരച്ചു കൊടുത്തിട്ടില്ലേ, ഒരു ചെറിയൊരു വര വരച്ചു കൊടുക്കണം, അതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെയും ഷേപ്പിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗം. അവിടെ നിന്നാണ് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു അടയാളം ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ 1 ഇഞ്ച് ബാക്കോട്ട് തള്ളിയിട്ട് വേണം തയ്ച്ച് നിർത്താനായിട്ട്. അത് ഞാൻ തയ്ക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് തുണി ഞാനിപ്പോൾ മുകളിലേക്ക് താഴത്തേക്ക് ഒന്ന് വലിച്ചിട്ടായിരുന്നു. എൻ്റെ ടേബിൾ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിച്ചിട്ട് ഉള്ളിലെ തുണിയൊക്കെ ഒന്ന് ചുളുങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നേരെ ആക്കിയതിന് ശേഷം വേണം വരച്ചു കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ അങ്ങനെ തന്നെ വരച്ചു അത് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും, അങ്ങനെ തന്നെ നമ്മൾ വെട്ടുകയും ചെയ്യും. അപ്പോൾ ഉള്ളിലെ തുണിയൊക്കെ കയറി ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ടാകും.
ഇപ്പം നമ്മുടെ വരകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഷേപ്പ്, നമ്മുടെ ആംഹോൾ അടയാളപ്പെടുത്തില്ല, അവിടെ നിന്ന് നമ്മുടെ വണ്ണം, അവിടെ നിന്ന് നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ച് ബാക്കി മാറ്റിയിട്ടിട്ട് നിന്ന് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾക്ക് തയ്ക്കണ സമയത്ത് ഇനി വീണ്ടും അടയാളപ്പെടുത്താൻ അളവെടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ചുമ്മാ ഒന്ന് വരച്ച് കൊടുത്തു എന്നുള്ളൂ. നമുക്ക് തയ്ച്ചതിന് ശേഷം അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. പിന്നെ ഞാൻ ഇതിന് സിബ് വയ്ക്കുന്നില്ല, അപ്പോൾ പകരം ഞാൻ ടക്കിട്ടാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഈ ടക്ക് ഇടുന്നതും നമ്മൾ സൈഡ് കൂട്ടിയടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ടക്കിട്ട് കൊടുക്കണം. സൈഡ് കൂട്ടിയടിച്ചതിന് ശേഷവും ടക്കിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ടക്കിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം വരകളും വെട്ടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കൈ വെട്ടണം, പിന്നെ ലൈനിങ്ങും വെട്ടാനുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ നല്ല ഈ തുണിയെടുത്ത് മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കുമ്പോൾ ചുമ്മാ ചുളുക്കി കൂട്ടിയിടരുത്, മടക്കി തന്നെ വെക്കണം. എങ്കിലാണ് നമ്മൾ തയ്ക്കുമ്പോഴും നമുക്ക് നേരെ തന്നെ കിട്ടുള്ളൂ. ഇനി നമുക്ക് കൈ ഞാൻ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. കൈക്ക് നമുക്ക് എഴുപ്പ് വരും കേട്ടോ, യോജിപ്പ് വരും. എഴുപ്പല്ല, യോജിപ്പ് വരും. കാരണം 4 തുറന്ന പീസുകളാണ്. അപ്പോൾ അത് നമ്മൾ യോജിപ്പിക്കണം. അപ്പോൾ ഞാൻ ആ ഭാഗം തേര് ഭാഗമാണ്. ഞാനിപ്പോൾ ആ തേര് ഭാഗത്തിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് തള്ളി ഞാൻ നേരെ സ്കെയിൽ വെച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് വെട്ടിക്കളയണില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ തയ്ച്ച് നമ്മുടെ കൈ യോജിപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു നേരെ വര വരച്ചു. ഇനി നമ്മൾ ആ വരച്ചതിൽ നിന്ന് ഇപ്പുറത്തോട്ട് തള്ളിയിട്ടിട്ട് വേണം നമ്മുടെ കൈയുടെ വിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാൻ. എനിക്ക് 5 ഇഞ്ചാണ് കൈയുടെ വണ്ണം. 5-ൻ്റെ കൂടെ 2 ഇഞ്ചോടും ചേർത്ത് 7 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാതെ നമ്മൾ ചുമ്മാ ഒപ്പത്തിനൊപ്പൊക്കെ ഇട്ട് വെട്ടി നമ്മുടെ തുണി വേസ്റ്റ് ചെയ്ത് കളയരുത് കേട്ടോ. ഇപ്പോഴും നമ്മൾ തുണി ചെറിയ അളവിൽ കഷ്ണത്തിൽ നിന്നും അളവെടുത്ത് വെട്ടാൻ പഠിക്കണം. അങ്ങനെയാണ് നമ്മൾ ഒതുക്കിയിട്ട് വെട്ടി പഠിക്കേണ്ടത്. ഇനി നമുക്ക് കൈയുടെ കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കാം. അത് 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 10 ഇഞ്ചിൽ നിന്നും മുകളിലോട്ട് ഒരു 3 ഇഞ്ച് കൂടി ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. കുഴിച്ച് വേണം വരച്ചു കൊടുക്കാനായിട്ട്, എങ്കിലാണ് നമ്മൾ കൈക്കുഴി ശരിക്കും കിട്ടുള്ളൂ. കുഴിച്ച് വരച്ചു കൊടുത്താൽ ഇതിനകത്ത് ഫുള്ള് സീക്വൻസ് ആയതുകൊണ്ട് വരയ്ക്കണോടത്തോടെ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ഈ സീക്വൻസിൽ ചോക്ക് തട്ടിയിട്ട് തെറിച്ച് പോവാം. പിന്നെ നമുക്ക് നമ്മൾ വരച്ച് വെച്ചേക്കണം നമ്മുടെ ആ കൈയുടെ വണ്ണത്തിലേക്ക് ഈ വര നേരെ വരച്ച് യോജിപ്പിക്കാം. ഇപ്പം ഞാൻ വരച്ചത് അതിൻ്റെ ഷേപ്പാട്ടോ. ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. ഇപ്പം ഞാൻ ഈ കൈ വെട്ടി കഴിഞ്ഞിട്ട് ഒരു കഷ്ണം ബാലൻസ്, ചെറിയ സ്ലീവൊക്കെ തയ്ക്കണവർക്കാണ് ഇപ്പോൾ ഈ ബാലൻസ് വന്ന പീസിൽ നിന്ന് ഒരു 2 വയസ്സൊക്കെ പ്രായമായ കൊച്ചിന് ഒരു ഉടുപ്പൊക്കെ തയ്ക്കാനുള്ള അത്രയും തുണി ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 3/4 കൈ ആയതുകൊണ്ട് എനിക്ക് അത്രയും ബാലൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ ബാലൻസ് വരുന്ന തുണിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ വേറെ തുണിയൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പമൊക്കെ വെച്ച് തയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നമ്മുടെ തുണിയുടെ തയ്യലും വെട്ടലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ലൈനിങ്ങും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, മനസ്സിലായിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഏത് ഭാഗം മനസ്സിലാവാത്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.